എന്റെ വീട്ടിന്റെ അകത്ത് മുസല്ലകൾ എന്നെ മാടി വിളിച്ചപ്പോ ഞാൻ ഇൻസ്റ്റ ഇങ്ങനെ തോണ്ടിക്കളിച്ചു, റീൽസ് കണ്ടു, പാട്ടുപാടി, നൃത്തം ചെയ്തു, ആട്ടം കണ്ടു. പോലീസുകാർ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ആട്ടവും പാട്ടും കാണാൻ പരതയിട്ട താത്തമാരുടെ ഒഴുക്കായിരുന്ന പോലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മക്ബറകളുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ മനോഹരമായ പള്ളികളുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ മതപ്രഭാഷണ പരമ്പര നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ഉറൂസുകൾ നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഓരോ സ്ഥലത്ത്, ഓരോ മഖാമില്, ഓരോ മഹാന്റെ അടുത്ത് 10, 20, 30, 40, 50 ദിവസം ഉറൂസ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഏറ്റവും അധികം പാവങ്ങളെ സഹായിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും അധികം സാധാരണക്കാരുള്ളത്, പാവങ്ങളെ സഹായിക്കുന്നത്, മദ്രസ സഹായിക്കുന്നത്, സ്ഥാപനങ്ങളെ സഹായിക്കുന്നത് ഒക്കെ കാസർഗോഡ് ജില്ലയിലാണ്. ഒരുപാട് ദീനീ ദഅവത്തിന്റെ ഖിദ്മത്തിന്റെ വിപ്ലവകരമായ പുരോഗതി, ആ പുരോഗതിയുള്ള മണ്ണാണ് കാസർഗോഡ്. ആ കാസർഗോഡിൽ പർദ്ദയിട്ട താത്തമാര് പോലീസിന്റെ ലാത്തി കൊണ്ട് നിറഞ്ഞു വീണ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ട കണ്ണൂരുകാരെ, കണ്ണ് നിറഞ്ഞുപോയി. പോലീസിന്റെ ലാത്തി കൊണ്ട് നമ്മുടെ മുസ്ലിം കാക്കമാര്, മുസ്ലിം താത്തമാര്, മുസ്ലിം ചെറുപ്പക്കാര് പിടഞ്ഞുകൊണ്ട് അടിക്കല്ലേ തല്ലല്ലേ എന്ന് പോലീസ് പട്ടാളത്തിന്റെ മുമ്പിലേക്ക്, പോലീസുകാരുടെ മുമ്പിലേക്ക് കൈ തൊഴുത് നിൽക്കേണ്ട ഗതികേട് ഈ സമുദായത്തിലെ പ്രിയപ്പെട്ടവർക്ക് വന്നുപോയി. പണത്തിന്റെ കൊഴുപ്പല്ലേ? വാപ്പമാര് പൊരിവെയിലത്ത് വിദേശ രാജ്യത്ത് കിടന്ന് പണിയെടുക്കട്ടെ, കഷ്ടപ്പെടട്ടെ, പൊരിവെയിൽ മാറി AC റൂമിലായി പണമുണ്ടാക്കി, എന്നിട്ടും നാട്ടിൽ വരാതെ മക്കൾക്ക് കാർഡ് കൊടുത്തു വരയ്ക്കാൻ ആണും പെണ്ണുമായ മക്കള് കാർഡുരച്ച് പണമുണ്ടാക്കി ആടിക്കളിച്ചു, നൃത്തം ചെയ്ത്, മുഖത്ത് മരുന്ന് പുരട്ടി, ക്രീം പുരട്ടി, കണ്ടവന്റെ കൂടെ തുള്ളാൽ പാതിരാത്രി ഇറങ്ങി വരാൻ ഒരു വാപ്പാന്റെയും അനുവാദം ചോദിക്കാൻ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട മക്കൾ കാത്തു നിൽക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് അഭിമാനം തോന്നാണ് ആ പോലീസുകാരെ. കാസർഗോഡ് ജില്ലയിലെ പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തോന്നിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അടി അവർക്ക് മാത്രമല്ല, അവരെ പ്രിയപ്പെട്ട പിതാക്കന്മാർക്ക് കൂടി അടി കൊടുക്കണമായിരുന്നു. ഉസ്താദുമാര് മക്കളെ തല്ലാൻ പാടില്ല. എന്റെ മോനെ തൊട്ടാൽ വാപ്പാ കുരുകും, എന്റെ മോളെ തൊട്ടാൽ ഉമ്മ കുരുകും. ഉസ്താദുമാർക്കെതിരെ പരാതി കൊടുക്കും. മദ്രസയിൽ തല്ലാൻ പാടില്ല, സ്കൂളിൽ തല്ലാൻ പാടില്ല. അതുകൊണ്ട്